വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. എസ്തേറിന്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ആ കത്തിന്റെ പകർപ്പിതാണ്. അഹാസ്വേരോസ് മഹാരാജാവ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടുവാഴികൾക്കും എഴുതുന്നത്. അനേക ജനതകളുടെ ഭരണാധിപനും ലോകം മുഴുവൻ്റെയും യജമാനനുമായ ഞാൻ അധികാരഗർവോടെ എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത്. പ്രത്യുത ഞാൻ എപ്പോഴും ഉദാരമതിയും ദയാപൂർണനും ആയിരുന്നു. പ്രജകളുടെ ജീവിതങ്ങൾ സ്വസ്ഥതയിലെത്തിക്കുന്നതിനും അങ്ങനെ എല്ലാവിധത്തിലും രാജ്യം സംസ്കാര സമ്പന്നമാക്കുന്നതിനും അതിൻ്റെ ഏത് ഭാഗത്തും ആർക്കും സഞ്ചാരം സുരക്ഷിതമാക്കുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് എങ്ങനെ സാധിക്കാമെന്ന് ഉപദേശകരോട് ഞാൻ ചോദിച്ചപ്പോൾ, യുക്തിയിൽ നമ്മിൽ ആരെയുംക്കാൾ വ്യത്യസ്തനും സന്മനസ്സിൽ സുസ്ഥിരനും ഉറച്ച വിശ്വാസം പ്രകടിപ്പിക്കുന്നവനും രാജ്യത്ത് 2-ാം സ്ഥാനം നേടിയ ശ്രേഷ്ഠനുമായ ഹാമാൻ ഇങ്ങനെ ധരിപ്പിച്ചു: ലോകമെമ്പാടും എല്ലാ ഗോത്രങ്ങളുടെയും ഇടയിൽ ചിതറിക്കിടക്കുന്ന ഒരു ശത്രു ജനതയുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റെല്ലാ ജനതകളുടേതിലും നിന്ന് വ്യത്യസ്തമാണ്. അവർ തുടർച്ചയായി രാജാക്കന്മാരുടെ കൽപ്പനകളിൽ വീഴ്ച വരുത്തുന്നു. അങ്ങനെ നാം നിയന്ത്രിക്കുന്ന പൊതുഭരണം കുറ്റമറ്റ വിധം നിർവഹിക്കാനാവാതെ വന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ വിചാരിക്കുന്നു, ഈ ജനത മാത്രം തുടർച്ചയായി ഓരോ വ്യക്തിക്കുമെതിരായി നിലകൊള്ളും വിധം അന്യമായ നിയമസംഹിത വ്യതിരിക്തതയോടെ അവതരിപ്പിക്കുകയും നമ്മുടെ ആചാരങ്ങളോട് വിപ്രതിപത്തി പുലർത്തുകയും ഭരണസുസ്ഥിരതയുണ്ടാകാതിരിക്കാൻ കടുത്ത ദ്രോഹം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വർഷത്തിന്റെ 12-ാം മാസമായ ആദാർ മാസത്തിന്റെ 14-ാം ദിവസം കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്നവനും നമ്മുടെ 2ാമത്തെ പിതാവുമായിരിക്കുന്ന ഹാമാന്റെ കത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളവരെയെല്ലാം ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം ഒന്നൊഴിയാതെ എല്ലാവരെയും നിർദ്ദയം ശത്രുക്കളുടെ വാളുകൾക്കിരയാക്കി പരിപൂർണമായി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. അങ്ങനെ പണ്ട് മുതൽ ഇന്നുവരെ ശത്രുതയിൽ കഴിയുന്നവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ആക്രമണ വിധേയരായി പാതാളത്തിലേക്ക് പതിക്കട്ടെ. അതിനുശേഷമുള്ള കാലം പൊതുകാര്യങ്ങൾ നമുക്ക് സുസ്ഥിരവും സ്വസ്ഥവുമായി നിസ്തന്ത്രം നടക്കട്ടെ. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസത്തേക്ക് തയ്യാറായിരിക്കാൻ വേണ്ടി പ്രവശ്യാന്തരം കൽപ്പനയായി നൽകപ്പെടേണ്ടതിന് ഈ രേഖയുടെ പകർപ്പ് എല്ലാ ജനങ്ങളോടും വിളംബരം ചെയ്യപ്പെട്ടു. രാജശാസന പ്രകാരം സന്ദേശവാഹകർ ശീഘ്രം പുറപ്പെടുകയും തലസ്ഥാനമായ സൂസായിൽ ഈ കൽപ്പന നൽകപ്പെടുകയും ചെയ്തു. രാജാവും ഹാമാനും കുടിക്കാനിരുന്നപ്പോൾ സൂസാ നഗരം സ്തബ്ധമായിരുന്നു. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. സംഭവിച്ചതെല്ലാം മൊർദെഖായി അറിഞ്ഞു. വസ്ത്രങ്ങൾ കീറിയും ചാക്കും ചാരവും ധരിച്ചും മൊർദെഖായി നഗരമധ്യത്തിലേക്ക് പുറപ്പെട്ടു. അവൻ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു. അവൻ രാജകവാടത്തിന്റെ പരിസരം വരെ ചെന്നു. കാരണം ചാക്കുവസ്ത്രവുമായി രാജകവാടത്തിലേക്ക് ചെല്ലാൻ ആർക്കുമാവില്ല. പ്രവശ്യാന്തരം രാജവിളംബരവും കൽപ്പനയും എത്തിയ സ്ഥലത്ത് യഹൂദർക്കിടയിൽ വലിയ നിലവിളിയും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. ഏറെ പേർ ചാക്കിലും ചാരത്തിലും ഇരുന്നു. എസ്തേറിന്റെ ഭൃത്യകളും ഷണ്ഡന്മാരും വന്ന് അവളെ വിവരം ധരിപ്പിച്ചപ്പോൾ രാജ്ഞി അത്യന്തം പര്യാകുലയായി. മൊർദെഖായിയെ അയാളുടെ ചാക്കുവസ്ത്രം മാറ്റിയുടിപ്പിക്കാൻ അവൾ വസ്ത്രങ്ങൾ കൊടുത്തയച്ചു. പക്ഷേ അവൻ അവ സ്വീകരിച്ചില്ല. തൻ്റെ മുമ്പിൽ നിയുക്തനായിരുന്നവനും രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ നിന്നുള്ളവനുമായ ഹദാക്കിനെ വിളിച്ച് ഇത് എന്താണെന്നും എന്തിനാണെന്നും മൊർദെഖായിയിൽ നിന്ന് അറിയാൻ
എസ്തേർ അവനോട് നിർദ്ദേശിച്ചു. രാജകവാടത്തിനു മുമ്പിലുള്ള നഗര ചത്തുരത്തിലേക്ക് മൊർദെഖായിയുടെ അടുത്തേക്ക് ഹദാക്ക് പുറപ്പെട്ടു. തനിക്ക് സംഭവിച്ച എല്ലാ കാര്യവും യഹൂദരെ നശിപ്പിക്കാനായി അവർക്കെതിരെ രാജഭണ്ഡാരങ്ങളിലേക്ക് അളന്നു നൽകാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത വെള്ളിയുടെ കണക്കും മൊർദെഖായി അവനോട് വിവരിച്ചു. എസ്തേറിന് കാണിക്കാനും അവൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും വേണ്ടി സൂസായിൽ അവരെ ഇല്ലായ്മ ചെയ്യാനായി നൽകപ്പെട്ട കൽപ്പനാ രേഖയുടെ ഒരു പകർപ്പ് മൊർദെഖായി അവനെ ഏൽപ്പിച്ചു. അവൾ രാജാവിന്റെ പക്കലേക്ക് പോയി. അവനോട് മധ്യസ്ഥത വഹിക്കാനും അവന്റെ സന്നിധിയിൽ നിന്ന് തന്റെ ജനത്തെ പ്രതി ദയാഭ്യർത്ഥന നടത്താനുമായി അവളുടെ മേൽ നിർബന്ധം ചെലുത്താൻ വേണ്ടിയായിരുന്നു അത്. നിന്റെ എളിയ ദിനങ്ങളെ എന്റെ കരത്താൽ നീ എങ്ങനെ പരിപോഷിപ്പിക്കപ്പെട്ടുവെന്ന് നീ ഓർക്കുക. എന്തെന്നാൽ രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങൾക്കെതിരെ മരണശിക്ഷ ശുപാർശ ചെയ്തിരിക്കുന്നു. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കുകയും ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക. ഹദാക്ക് ചെന്ന് മൊർദെഖായിയുടെ വാക്കുകൾ എസ്തേറിനോട് വിവരിച്ചു. അപ്പോൾ മൊർദെഖായിക്കായി എസ്തേർ ഇപ്രകാരം ഒരു സന്ദേശം ഹദാക്കിനെ ഭരമേൽപ്പിച്ചു. രാജാവിന്റെ പക്കലേക്ക്, അതായത് അകത്തെ അങ്കണത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ പ്രവേശിക്കുന്ന ഏത് പുരുഷനും സ്ത്രീയും വധിക്കപ്പെടുക എന്ന ഒറ്റ നിയമമേ ഉള്ളൂ എന്നും ആ ആളുടെ നേർക്ക് രാജാവ് തന്റെ സ്വർണ്ണ ചെങ്കോൽ നീട്ടിയാൽ ആ ആൾ ജീവിക്കുമെന്നതാണ് ഇതിനൊരപവാദമെന്നും എല്ലാ രാജസേവകന്മാർക്കും രാജാവിന്റെ പ്രവിശ്യകളിലെ ജനത്തിനും അറിയാവുന്നതാണ്. ഈ 30 ദിവസമായി രാജാവിന്റെ പക്കൽ ചെല്ലാൻ ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ല. എസ്തേറിന്റെ ഈ വചനങ്ങൾ അവർ മൊർദെഖായിയോട് വിവരിച്ചു. അപ്പോൾ എസ്തേറിനുള്ള മറുപടിയായി മൊർദെഖായി പറഞ്ഞു, എല്ലാ യഹൂദരെയും വിട്ട് രാജകൊട്ടാരത്തിന്റെ സുരക്ഷിതത്വം നേടാമെന്ന് നീ മനസ്സിൽ കരുതേണ്ട. തീർച്ചയായും ഈ സമയത്ത് നീ തീർത്തും മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ആശ്വാസവും മോചനവും ഉയർന്നു വരും. പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇതുപോലൊരു കാലത്തിനു വേണ്ടിയല്ലേ നീ രാജ്ഞി പദത്തിൽ എത്തിയിരിക്കുന്നതെന്ന് ആർക്കറിയാം. അപ്പോൾ മൊർദെഖായിക്കുള്ള മറുപടിയായി എസ്തേർ പറഞ്ഞു, നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ഞാനും എൻ്റെ ഭൃത്യകളും അപ്രകാരം തന്നെ ഉപവസിക്കും. അങ്ങനെ നിയമാനുസൃതമല്ലെങ്കിലും ഞാൻ രാജാവിന്റെ അടുത്ത് പോകും. അപ്രകാരം ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. മൊർദെഖായി യാത്രയായി തന്നെ എസ്തേർ ചുമതലപ്പെടുത്തിയതെല്ലാം അനുസരിച്ച് പ്രവർത്തിച്ചു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം. യൂദാ രാജാവായ സെദക്കിയായുടെ 10-ാം വർഷം, അതായത് നബുക്കദ്നേസറിന്റെ വാഴ്ചയുടെ 18-ാം വർഷം, ജെറമിയാക്ക് കർത്താവിൽ നിന്നുണ്ടായ വചനം. അക്കാലത്ത് ബാബിലോൺ രാജാവിന്റെ സൈന്യം ജെറുസലേമിന് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു. അന്ന് ജെറമിയ പ്രവാചകൻ യൂദാ രാജാവിന്റെ കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള പാറാവങ്കണത്തിൽ ബന്ധനസ്ഥനായിരുന്നു. അവനെ ബന്ധിക്കുമ്പോൾ യൂദാ രാജാവായ സെദക്കിയ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ പ്രവചിച്ചത്? കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ ഈ നഗരത്തെ ബാബിലോൺ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അത് കീഴടക്കുകയും ചെയ്യും. കൽദായരുടെ കയ്യിൽ നിന്ന് യൂദാ രാജാവായ സെദക്കിയ രക്ഷപ്പെടുകയില്ല. കാരണം അവൻ ബാബിലോൺ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അയാളെ അവൻ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യും. ബാബിലോൺ സെദക്കിയായെ കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കുന്നതുവരെ അവൻ അവിടെ ആയിരിക്കും. നിങ്ങൾ കൽദായരോട് യുദ്ധം ചെയ്താലും വിജയിക്കുകയില്ല. കർത്താവിന്റെ അരുളപ്പാട്. ജെറമിയ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വചനം ഇപ്രകാരമുണ്ടായി, ഇതാ അനാത്തോത്തിലുള്ള എൻ്റെ പറമ്പ് വാങ്ങുക. എന്തെന്നാൽ വാങ്ങാനുള്ള വീണ്ടെടുപ്പ് അവകാശം നിനക്കുള്ളതാണ് എന്ന് പറയാനായി നിന്റെ മാതുലനായ ഷല്ലൂമിന്റെ പുത്രൻ ഹനാമേൽ നിന്റെ പക്കലേക്ക് വരുന്നു. കർത്താവിന്റെ വാക്കുപോലെ എൻ്റെ മാതുലപുത്രൻ ഹനാമേൽ പാറാവങ്കണത്തിൽ എൻ്റെ അടുക്കൽ വന്ന്, ബെഞ്ചമിൻ ദേശത്തുള്ള അനാത്തോത്തിലെ എൻ്റെ സ്ഥലം നീ വാങ്ങിയാലും, എന്തെന്നാൽ നിനക്കുള്ളതാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം, നിനക്കുള്ളതാണ് വീണ്ടെടുപ്പും, നീ അത് വാങ്ങണം എന്ന് എന്നോട് പറഞ്ഞു. അത് കർത്താവിന്റെ വചനമാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മാതുലപുത്രനായ ഹനാമേലിൽ നിന്ന് അനാത്തോത്തിലുള്ള സ്ഥലം ഞാൻ വാങ്ങി. അവന് ഞാൻ പണം
അതായത് 17 ഷെക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. ഞാൻ ആധാരം എഴുതി മുദ്ര വച്ചു. സാക്ഷികളെ മുൻനിർത്തി പണം തുലാസിൽ വച്ച് തൂക്കി. അങ്ങനെ നിയമവും ചട്ടവും അനുസരിച്ച് മുദ്ര വച്ച തീറാധാരവും അതിന്റെ പകർപ്പും ഞാൻ എടുത്തു. എന്റെ പിതൃസഹോദരപുത്രനായ ഹനാമേലിന്റെയും തീറാധാരത്തിൽ ഒപ്പുവെച്ച സാക്ഷികളുടെയും പാറാവങ്കണത്തിൽ സന്നിഹിതരായിരുന്ന എല്ലാ യഹൂദരുടെയും കൺമുമ്പിൽ വെച്ച് മഹ്സേയായുടെ പുത്രനായ നേരിയായുടെ മകൻ ബാറൂക്കിന് ഞാൻ ആ തീറാധാരം കൊടുത്തു. അവരുടെ കൺമുമ്പിൽ വെച്ച് ഞാൻ ബാറൂക്കിനെ ഇപ്രകാരം അനുശാസിച്ചു: ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഈ കുറിപ്പുകൾ, അതായത് മുദ്രവെച്ച ഈ തീറാധാരവും ഈ ആധാർ പകർപ്പും എടുത്ത് അവ ഏറിയ കാലം നിലനിൽക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ നിക്ഷേപിക്കുക. എന്തെന്നാൽ ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും വാങ്ങപ്പെടുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ആധാരം നേരിയായുടെ മകൻ ബാറൂക്കിന് കൊടുത്തതിനു ശേഷം ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഹാ നാഥനായ കർത്താവേ, ഇതാ അങ്ങാണ് അങ്ങയുടെ വലിയ ശക്തി കൊണ്ടും നീട്ടിയ കരം കൊണ്ടും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഒരു കാര്യവും അങ്ങേക്ക് ദുഷ്കരമല്ല. ആയിരങ്ങളോട് കാരുണ്യം കാണിക്കുന്ന, എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവർക്ക് ശേഷമുള്ള മക്കളുടെ മടിയിലേക്ക് പ്രതിഫലം ചൊരിയുന്ന മഹാവീരനായ ദൈവം. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഓരോരുത്തരും അവനവന്റെ എല്ലാ മാർഗങ്ങൾക്കൊത്തും ചെയ്തികളുടെ ഫലത്തിനൊത്തും തിരികെ നൽകാൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഉന്നതനുമായ അങ്ങയുടെ ദൃഷ്ടികൾ മനുഷ്യമക്കളുടെ മാർഗങ്ങൾക്ക് മേൽ തുറന്നിരിക്കുന്നു. അങ്ങാണ് ഇന്നോളം ഈജിപ്റ്റ് ദേശത്തും ഇസ്രായേലിലും മനുഷ്യഗണത്തിനിടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നത്തെ പോലെ പ്രസിദ്ധനായത്. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അങ്ങ് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും വലിയ ഭീതിത പ്രവൃത്തിയാലും ഈജിപ്റ്റ് ദേശത്തു നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവരുടെ പിതാക്കന്മാരോട് അവർക്ക് നൽകുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ആ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു. അവർ വന്ന് അത് കൈവശപ്പെടുത്തി. എങ്കിലും അവർ അങ്ങയുടെ സ്വരം കേൾക്കുകയോ അങ്ങയുടെ നിയമത്തിൽ നടക്കുകയോ ചെയ്തില്ല. അങ്ങ് അവരോട് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല. അതിനാൽ ഈ തിന്മയെല്ലാം അവരുടെ മേൽ അങ്ങ് വരുത്തി. ഇതാ നഗരം പിടിച്ചടക്കാൻ ഉപരോധ മൺതിട്ടകൾ വരുന്നു. വാളും ക്ഷാമവും പകർച്ചവ്യാധിയും നിമിത്തം ഈ നഗരം അതിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് സംസാരിച്ചത് സംഭവിച്ചിരിക്കുന്നു. ഇതാ അങ്ങ് അത് കാണുന്നല്ലോ. കൽദായരുടെ കയ്യിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും നീ സാക്ഷികളെ മുൻനിർത്തി നിലം സ്വന്തമായി വിലയ്ക്ക് വാങ്ങുക എന്ന് നാഥനായ കർത്താവെ അങ്ങ് എന്നോട് അരുൾ ചെയ്തു. അപ്പോൾ ജെറമിയാക്ക് ഇപ്രകാരം കർത്താവിന്റെ വചനമുണ്ടായി: ഇതാ ഞാൻ ഓരോ മർത്യന്റെയും ദൈവമായ കർത്താവാണ്. എനിക്ക് ദുഷ്കരമായ എന്തെങ്കിലും കാര്യമുണ്ടോ? അതിനാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ ഞാൻ ഈ നഗരം കൽദായരുടെ കയ്യിൽ, അതായത് ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവൻ അത് കീഴടക്കും. ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായർ വന്ന് ഈ നഗരത്തിന് തീ കൊളുത്തും. അതും ഏതെല്ലാം ഭവനങ്ങളുടെ മേൽപ്പുരകളിൽ വെച്ച് എന്നെ പ്രകോപിപ്പിക്കാനായി അവർ ബാലിന് ധൂപയാഗം അർപ്പിക്കുകയും അന്യദേവന്മാർക്ക് പാനീയയാഗം അർപ്പിക്കുകയും ചെയ്തുവോ, അവയും ഞാൻ ദഹിപ്പിക്കും. എന്തെന്നാൽ ഇസ്രായേലരും യഹൂദ്യരും തങ്ങളുടെ ചെറുപ്പം മുതലേ എന്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിക്കുന്നവർ തന്നെയായിരുന്നു. തീർച്ചയായും ഇസ്രായേലിയർ തങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയായിരുന്നു. കർത്താവിന്റെ അരുളപ്പാട്. ഈ നഗരം എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയത്തക്കവണ്ണം അവർ ഇത് പണിത നാൾ മുതൽ ഇന്നുവരെ ഇത് എനിക്ക് കോപത്തിനും ക്രോധത്തിനും കാരണമായിരുന്നു. എന്നെ പ്രകോപിപ്പിക്കാനാണ് ഇസ്രായേലിലും യഹൂദ്യരും, അതായത് അവരുടെ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ, യൂദാക്കാർ, ജെറുസലേം നിവാസികൾ എന്നിവർ തങ്ങളുടെ ഓരോ തിന്മയും ചെയ്തത്. അവർ മുഖമല്ല പിടലി അത്രേ എന്റെ നേരെ തിരിച്ചത്. ഞാൻ അവരെ നേരത്തെ ഉണർന്ന് പഠിപ്പിച്ചെങ്കിലും ശിക്ഷണം സ്വീകരിക്കുന്നതിന് കേൾവിക്കാർ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ നാമം വിളിക്കപ്പെട്ടിരുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ തങ്ങളുടെ മ്ലേച്ഛതകൾ സ്ഥാപിച്ചു. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മോളക്കിന് ആഹുതി ചെയ്യാൻ ബെൻഹിന്നോം താഴ്വരയിൽ ബാലിന്റെ പൂജാഗിരികൾ നിർമ്മിച്ചു. അത് ഞാൻ അവരെ അനുശാസിച്ചതല്ല. യൂദായെ പാപം ചെയ്യിക്കാൻ ഈ നിന്ദ്യത അവർ പ്രവർത്തിക്കണമെന്ന ചിന്ത എന്റെ മനസ്സിൽ ഉദിച്ചതുപോലുമില്ല. ആകയാൽ
യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധി എന്നിവയാൽ ബാബിലോൺ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് നിങ്ങൾ പറഞ്ഞ ഈ നഗരത്തോട് ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: എന്റെ കോപത്തിലും ക്രോധത്തിലും ഉഗ്രക്ഷോഭത്തിലും അവരെ ചിതറിച്ച ദേശങ്ങളിൽ നിന്നെല്ലാം ഇതാ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടുന്നു. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവന്ന് സുരക്ഷിതമായി പാർപ്പിക്കും. അവർ എൻ്റെ ജനമായി തീരും. ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർക്കും അവർക്ക് ശേഷം അവരുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനായി അവർ എല്ലാ കാലവും എന്നെ ഭയപ്പെടേണ്ടതിനായി ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ചെയ്യും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭയം ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ അവരെക്കുറിച്ച് ആഹ്ലാദിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ വിശ്വസ്തതാപൂർവ്വം ഞാൻ അവരെ ഈ ദേശത്ത് നട്ടുപിടിപ്പിക്കും. എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഞാൻ ഈ ജനത്തിനു നേർക്ക് ഈ വലിയ അനർത്ഥമെല്ലാം വരുത്തിയതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മയെല്ലാം ഞാൻ അവരുടെ മേൽ വരുത്തും. മനുഷ്യനോ മൃഗമോ ഇല്ലാതെ അത് ശൂന്യമായിരിക്കുന്നു, കൽദായരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് നിലം ക്രയവിക്രയം ചെയ്യപ്പെടും. ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിന് ചുറ്റും യൂദാ നഗരങ്ങളിലും മലയോര നഗരങ്ങളിലും താഴ്വാര പട്ടണങ്ങളിലും നെഗബിലെ പട്ടണങ്ങളിലും അവർ സാക്ഷികളെ മുൻനിർത്തി ആധാരമെഴുതി മുദ്രവെക്കുന്ന നിലങ്ങൾ വിലയ്ക്ക് വാങ്ങും. തീർച്ചയായും ഞാൻ അവരുടെ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരും. കർത്താവിന്റെ അരുളപ്പാട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. അപ്പോൾ യഹൂദന് കൂടുതൽ എന്തുണ്ട്? അല്ലെങ്കിൽ പരിച്ഛേദനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എല്ലാവിധത്തിലും വളരെയുണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഭരമേൽപ്പിക്കപ്പെട്ടത് അവർക്കാണ്. എങ്കിലെന്ത്? ചിലർ അവിശ്വസിച്ചെങ്കിൽ അവരുടെ അവിശ്വസ്തത ദൈവത്തിന്റെ വിശ്വസ്തത ഇല്ലാതാക്കുമോ? ഒരിക്കലുമില്ല. എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്റെ വാക്കുകളിൽ നീ നീതിമത്കരിക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടുമ്പോൾ നീ വിജയിക്കും. എന്നാൽ നമ്മുടെ അനീതി ദൈവനീതിയെ സ്ഥിരീകരിക്കുന്നെങ്കിൽ നാം എന്ത് പറയും? മാനുഷികമായ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മേൽ ക്രോധം ചൊരിയുന്ന നീതിയില്ലാത്തവനാണോ ദൈവം? ഒരിക്കലുമല്ല. ആണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? എൻ്റെ അസത്യം വഴി ദൈവത്തിന്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്തിനു ഞാൻ ഇനിയും പാപിയെന്ന് വിളിക്കപ്പെടണം? അപ്പോൾ നന്മയുളവാകാൻ വേണ്ടി തിന്മ ചെയ്തുകൂടെ എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നതായി ഞങ്ങളെപ്പറ്റി ചിലർ ദൂഷണം പറയുന്നുണ്ട്. ഇവർക്കുള്ള ശിക്ഷാവിധി ഉചിതമത്രേ. അപ്പോഴെന്ത്? നമുക്ക് വല്ല മേന്മയുമുണ്ടോ? ഇല്ല, അശേഷമില്ല. എന്തെന്നാൽ യഹൂദരും ഗ്രീക്കുകാരുമെല്ലാം പാപത്തിന് അധീനരാണെന്ന് നമ്മൾ മുമ്പേ കുറ്റപ്പെടുത്തിയതാണല്ലോ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല. ഗ്രഹിക്കുന്നവൻ ആരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, ഒന്നടങ്കം പ്രയോജനരഹിതരായി. ദയ കാണിക്കുന്നവനില്ല, ഒരുവനുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴെ സർപ്പവിഷമുണ്ട്. അവരുടെ വായി ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വെമ്പുന്നു. അവരുടെ വഴികളിൽ നാശവും ദുരിതവും. സമാധാനത്തിന് വഴി അവർക്കറിഞ്ഞുകൂടാ. അവരുടെ കൺമുമ്പിൽ ദൈവഭയമില്ല. നിയമം അനുശാസിക്കുന്നതെല്ലാം നിയമത്തിന് കീഴുള്ളവരോടാണ് പറയുന്നതെന്ന് നമുക്കറിയാം. ഇതെല്ലാ അധരങ്ങളും നിശബ്ദമാക്കപ്പെടാനും ലോകം മുഴുവൻ ദൈവത്തിനു മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുന്നതാകാനും വേണ്ടിയാണ്. എന്തെന്നാൽ നിയമത്തിന്റെ പ്രവൃത്തികളാൽ ഒരാളും അവിടുത്തെ സന്നദ്ധിയിൽ നീതിമത്കരിക്കപ്പെടില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് അറിവുണ്ടാകുമെന്നേയുള്ളൂ. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെയല്ലാതെ ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. ഒരു വ്യത്യാസവുമില്ല. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വമില്ലാത്തവരായി. അവർ അവിടുത്തെ കൃപയാൽ ക്രിസ്തു യേശുവിലുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതിമത്കരിക്കപ്പെടുന്നു. വിശ്വാസത്താൽ അവന്റെ രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവന് നിശ്ചയിച്ചു നൽകി. ദൈവം തന്റെ ക്ഷമയിൽ മുൻ പാപങ്ങൾ അവഗണിച്ചുകൊണ്ട് തന്റെ നീതി സ്പഷ്ടമാക്കി. തന്റെ നീതിയും താൻ നീതിമാനാണെന്നതും
യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതിമത്കരിക്കുന്നവനാണെന്നതും ഇക്കാലത്ത് സ്പഷ്ടമാക്കാനാണിത്. അതുകൊണ്ട് നമ്മുടെ വമ്പുപറച്ചിലെവിടെ? അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഏത് നിയമത്താൽ? പ്രവൃത്തികളുടേതോ? അല്ല, വിശ്വാസത്തിന്റെ നിയമത്താൽ. എന്തെന്നാൽ നിയമത്തിന്റെ പ്രവൃത്തികൾ കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതിമത്കരിക്കപ്പെടുന്നെന്ന് നാം കണക്കാക്കുന്നു. ദൈവം യഹൂദരുടെ മാത്രമാണോ? ജനതകളുടേതുമല്ലേ? അതെ, ജനതകളുടേതുമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. അവിടുന്ന് വിശ്വാസത്താൽ പരിച്ഛേദിതരെയും വിശ്വാസത്താൽ അപരിച്ഛേദിതരെയും നീതിമത്കരിക്കും. ആകയാൽ വിശ്വാസത്താൽ നാം നിയമത്തെ ഇല്ലാതാക്കുകയാണോ? ഒരിക്കലുമല്ല, നിയമത്തെ ഉറപ്പിക്കുകയാണ്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ,